കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധത്തിലാണ്. തിരുവനന്തപുരത്ത് അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് മോൻസ് ജോസഫ്. മറ്റ് കക്ഷികൾക്ക് വലിയ പരിഗണന കിട്ടിയെന്നും ഈ പ്രതിസന്ധി കോൺഗ്രസ് പരിഹരിക്കണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. കേരള ഒട്ടാകെ UDFിൻ്റെ സീറ്റ് വിഭജന ചർച്ച തൃപ്തികരമായി നടക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ജില്ലയിലും അർഹമായ പ്രാതിനിധ്യം തന്നുകൊണ്ടാണ് UDF പുരോഗമിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ ആ നിലയിലുള്ള ഒരു ഫലപ്രദമായ ചർച്ച കേരള കോൺഗ്രസിലുണ്ടായില്ല. മറ്റ് കക്ഷികൾക്ക് പരമാവധി പരിഗണന നൽകുകയും സീറ്റ് കൊടുക്കുകയും ചെയ്തതായിട്ടാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് ലീഡർഷിപ്പിനോടും UDF നേതൃത്വത്തോടും പല റൗണ്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു തൃപ്തികരമായ ചർച്ചയ്ക്കുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതൊരു പ്രതിസന്ധിയായിട്ട് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പരിഹരിക്കപ്പെടേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പും UDF നേതൃത്വവും തിരുവനന്തപുരം ജില്ലയിൽ കേരള കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കൂടി ഉപയോഗിച്ച് ചർച്ചയിലൂടെ കേൾക്കാൻ തയ്യാറാണ്. സനോജ് ചേരുകയാണ്. സനോജ്, തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസിന് ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. 25 സീറ്റിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും കോർപ്പറേഷനിൽ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോൻസ് ജോസഫ് അത് സ്ഥിരീകരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, പല ജില്ലകളിലും UDFിനുള്ളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അത് പല ജില്ലകളിലും പല കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ള അതിർത്തി പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള മോൻസ് ജോസഫ് MLA. അദ്ദേഹം പറയുന്നത് മറ്റ് ഘടകകക്ഷികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രാതിനിധ്യം ലഭിച്ചപ്പോൾ, പരിഗണന കിട്ടിയപ്പോൾ കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തങ്ങളുടെ ജില്ലാ നേതൃത്വം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിഹരിക്കുവാൻ പലതവണ കോൺഗ്രസിനോടും UDF മുന്നണിയോടും ആവശ്യപ്പെട്ടിട്ടും അത് പരിഹരിക്കുവാൻ തയ്യാറായിട്ടില്ല. പ്രശ്നം പരിഹരിക്കണം. മറ്റ് പല ജില്ലകളിലും തങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടുമ്പോഴും തിരുവനന്തപുരത്ത് കിട്ടുന്നില്ല. അതൊരു പരാതിയായി നിലനിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസ് അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളോടെ വ്യക്തമാകുന്നത്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുണ്ട്. ആ അതിർത്തി അവർ പരസ്യമാക്കുകയാണ്. ശക്തമായ ഭാഷയിലല്ല എങ്കിൽ കൂടിയും ഒരു തണുപ്പൻ മട്ടിൽ അദ്ദേഹം മറ്റ് ജില്ലകളിലൊക്കെ തങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നുണ്ട്, ആ തരത്തിലുള്ള ഒരു പരിഗണന തിരുവനന്തപുരത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ പോലും തങ്ങൾക്ക് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൃപ്തി പരസ്യമാക്കാൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. എന്തായാലും കടുത്ത പ്രതിസന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ UDFിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ അത് പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമി.